ഗുണ്ടകളെ തേടിയെത്തിയ അങ്കമാലി SI ശരിക്കും ഞെട്ടി. തമ്മനം ഫൈസലിന്റെ അങ്കമാലി പുളിയനത്തെ വീട്ടിൽ ഗുണ്ടയ്ക്കൊപ്പം പോലീസുകാരും. ആലപ്പുഴയിൽ നിന്നുള്ള 3 പോലീസുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് DYSP MG സാബുവും ഇവിടെ എത്തിയിരുന്നുവെന്ന് വ്യക്തമാകുന്നത്. പോലീസ് എത്തുന്നതിന് 5 മിനിറ്റ് മുൻപ് സാബു ഇവിടെ നിന്ന് പോയെന്നാണ് മൊഴി. 3 പേര് കയറി വന്നിരുന്നു. വന്ന് ഒരു 3 മിനിറ്റ് പോലും ആയില്ല. അപ്പൊ തന്നെ പോലീസ് വണ്ടി വന്നിട്ട് പറഞ്ഞ് അവരോട് വരാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എന്റെ കാറായിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നു. 10 മിനിറ്റ് പോലും ചോദിച്ചില്ലെന്നുള്ളതാണ് സത്യം. പറഞ്ഞു വിടുകയും ചെയ്തു. ഇവിടെ DSP വന്നിട്ടില്ല, DSP ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ പോലീസ് എത്തിയപ്പോൾ സാബു വീട്ടിൽ ഒളിച്ചതാണെന്നും ആരോപണമുണ്ട്. ഗൂഡല്ലൂരിൽ വിനോദയാത്രയ്ക്ക് ശേഷമാണ് DYSPയും സംഘവും അങ്കമാലിയിലെത്തിയത്. ടർബോ സിനിമയിലുള്ള വീട് കാണാനാണ് ഫൈസലിന്റെ അടുത്തെത്തിയതെന്നാണ് പോലീസുകാരുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. തമ്മനം ഫൈസലും DYSPയും കൂടെയുള്ള പോലീസുകാരും തമ്മിലുള്ള ബന്ധം റൂറൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറച്ചു ദിവസമായി തമ്മനം ഫൈസലിന്റെ വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇവിടെ ചിലർ വന്നു പോകുന്നുണ്ടെന്ന വിവരം കിട്ടിയതോടെയാണ് പോലീസ് സംഘം പെട്ടെന്നെത്തിയത്. 4-5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ 3 കോൺസ്റ്റബിൾ ആണോ, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. ഗുണ്ട അറസ്റ്റുകൾ നടത്തി പോലീസ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സേനയ്ക്കാകെ നാണക്കേടായ സംഭവമുണ്ടായത്. മുൻപും നിരവധി വിവാദങ്ങളിൽപ്പെട്ടയാളാണ് DYSP MG സാബു. തട്ടേക്കാട് റിസോർട്ടിൽ റഷ്യൻ യുവതി മരിച്ച സംഭവത്തിൽ അന്ന് CA ആയിരുന്ന സാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിരമിക്കാൻ 3 ദിവസം മാത്രമുള്ളപ്പോഴാണ് സാബു വീണ്ടും കുടുങ്ങിയത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി സാബു അവധിയിലായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. എറണാകുളം റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. സാബുവിനൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ എയർ ക്യാമ്പിലെ പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊപ്പം ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തിയ മറ്റൊരു പോലീസുകാരൻ വിജിലൻസ് യൂണിറ്റിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.